ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു കാറ്ററിംഗ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് നാളെ പലിച്ചക്ക് കുറച്ചധികം ഫുഡ് കൊടുക്കാനുണ്ട് കേട്ടോ. 40 പേർക്ക് കഴിക്കാനുള്ള ചിക്കൻ ബിരിയാണി, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള വെള്ളപ്പം, അതുക്കുള്ള കുറുമയും ചായയും ഒക്കെ കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടത്. തലേ ദിവസം ഞാൻ അതിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുകയാണ് കേട്ടോ. നമുക്ക് പെലച്ചക്ക് ഒരു 5:15 ആകുമ്പോഴത്തേനും ഒരു വണ്ടി വരും, അപ്പത്തിന് എത്തിച്ചു കൊടുക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ടൂറ് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഫുഡാണ് കേട്ടോ അത്. അപ്പോൾ അതാ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പോൾ ഇതിന് കുറച്ച് നേരം വൈകി കേട്ടോ. പിന്നെ നമ്മൾ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതിന് ഒരുങ്ങണത്. അപ്പോൾ അതാ ഞാൻ നമ്മുടെ പാലപ്പത്തുക്കും കുറുമിക്കൊക്കെ വേണ്ട തേങ്ങയൊക്കെ ആദ്യം പൊളിച്ച് വെച്ചു. പിന്നെ അപ്പോൾ ഇതിന് നമുക്ക് ചിക്കനൊക്കെ കൊണ്ട് തന്നു കേട്ടോ. ചിക്കൻ കടയിലത്തെ കാക്ക നമുക്ക് കൊണ്ട് തരും കേട്ടോ ചിക്കന്. അപ്പോൾ ചിക്കനൊക്കെ കൊണ്ടുവന്നപ്പം അതൊക്കെ കഴുകി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെക്കും കേട്ടോ. ഒരു 2-3 പ്രാവശ്യം ചിക്കൻ കഴുകും കേട്ടോ ഞാൻ. ആദ്യം ഒരു പ്രാവശ്യം അതിൻ്റെ തൂവലൊക്കെ ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് കഴുകി കളയും, ബ്ലഡൊക്കെ കളയും. പിന്നെ 2 പ്രാവശ്യം നല്ലതുപോലെ കഴുകും കേട്ടോ. പിന്നെ നമ്മൾ ആ കൊട്ടൻ്റെ മേലെ ഒത്തിരി വെള്ളമൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ വെക്കൽ. നല്ല വൃത്തിക്ക് തന്നെയാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കി കൊടുക്കൽ പുറത്തേക്ക്. എന്നിട്ട് ഇതാ ഞാൻ കുറച്ച് വിറകട്ടിമെന്ന് താഴത്തേക്ക് എടുത്തിട്ടിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ചെറുതാക്കി വെച്ചിട്ടോ, ചെറുതാക്കി അഥവാ മഴ പെയ്താലും മഴ കൊള്ളാത്ത രീതിക്ക് ഷീറ്റിൻ്റെ അടിക്കാക്കി കൊണ്ടൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ അത് കുറച്ച് നേരത്തൊക്കെ എടുത്തേക്കണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് ഭയങ്കര പണിയായിരുന്നു കേട്ടോ. നമ്മൾ അടുക്കള ഭാഗത്ത് ഷീറ്റ് കെട്ടലും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ പണികളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മൾ പാലപ്പത്തുക്കും കുറുമിക്കൊക്കെ വേണ്ട തേങ്ങയൊക്കെ പൊട്ടിച്ച് കണ്ട് ചിരകി എടുക്കുക കേട്ടോ. അപ്പോൾ ലിച്ചൂസ് ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ നോക്കിക്കണ്. അപ്പോൾ തേങ്ങയിലാണെങ്കിൽ 2 തേങ്ങ പൊട്ടിച്ചപ്പോഴും അതിലൊന്ന് തിരിച്ച വെള്ളമുള്ളൂ കേട്ടോ. അവൾ വെള്ളത്തിന് വേണ്ടി കാത്തിക്കുകയാണ്. ഒരു തേങ്ങയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് വെള്ളം. അപ്പോൾ അത് അരിച്ചു കൊടുക്കാനൊന്നും നോക്ക് സമയമല്ല, പെട്ടെന്ന് എടുത്തുകൊണ്ട് അത് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കുറുമിക്കുള്ള തേങ്ങയൊക്കെ ഞാൻ ചിരവിയിട്ട് അതൊന്ന് അടച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ പാലപ്പത്തേക്കുള്ള മാവൊക്കെ അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഞാൻ കുറച്ച് നേരത്തെ തന്നെ വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമുക്ക് 120 പാലപ്പാണ് കേട്ടോ ഇതിലേക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ റെസിപ്പിയൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. റെസിപ്പിയൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതാ മാവൊക്കെ അരച്ചെടുത്തു. ഇങ്ങനെയൊക്കെ പണി നമ്മൾ തലേദിവസം തന്നെ ഒരുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങാതെ ഉണ്ടാക്കണതല്ലേ. അപ്പോൾ കുറേ ഒരു സമാധാനം കിട്ടും കേട്ടോ. പിന്നെ ഉറങ്ങാനൊന്നും സമയം ഉണ്ടാവില്ല, തലേ ദിവസം ഒന്നും പറയാനില്ല. കുറച്ച് നേരം ഒന്ന് കിടന്നെങ്കിൽ ആയി, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയുണ്ട് കുറേ പണികൾ ഇനിയും ചെയ്യാനില്ലേ. പിന്നെ ഞാൻ മാവൊക്കെ അരച്ച് വെച്ചിട്ട് ചിക്കനത്തെ വെള്ളമൊക്കെ തോർന്നു പോയിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് മസാല പുരട്ടി വെക്കാൻ എഴുതിട്ടോ. ഇപ്പം മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് സുറുക്കിയും കൂടി ഒഴിച്ച് കണ്ടാണ് കേട്ടോ മസാല പുരട്ടി വെക്കുന്നത്. വേറെ ഒന്നും ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ എരിവും ഉപ്പൊക്കെ നമ്മുടെ ചിക്കനക്ക് നല്ല പോലെ പിടിച്ചോളൂ കേട്ടോ. പിന്നെ കുറേ സമയം നമുക്ക് വെക്കാനും ഇല്ല. ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് കുക്ക് ചെയ്യൽ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അതിൻ്റെ മോളൂസ് ഉള്ളിയും ഒക്കെ തൊലി കളഞ്ഞ് തരുന്നുണ്ട് കേട്ടോ. ഓളതൊക്കെ ചെയ്ത് തരും കേട്ടോ. പിന്നെ എന്താ പറയുക, എനിക്ക് പൈസ കിട്ടുമ്പോൾ ഓക്കും ഞാനിതൊരു ഓളെ സന്തോഷത്തിന് വേണ്ടി ഓക്കും ഞാൻ അതിന് കൊടുക്കും കേട്ടോ. അപ്പോൾ ഓക്കൊരു സന്തോഷമാണ്. പിന്നെ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഓൾക്കൊന്നും ഇത് ചെയ്ത് തരാനും മടി ഉണ്ടാവില്ല. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പിന്നെ എനിക്ക് തന്നെ ആയിക്കാരം കേട്ടോ. അത് പിന്നെ ഓൾ ചെയ്യൂല, അവളെ കൈ നീറും എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ അതിൽ കുറേ സമയം ഇരിക്കും വേണ്ട വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം വെളുത്തുള്ളി ഇഞ്ചി അവിടെ എനിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഓൾ സവാളയൊക്കെ തൊലി കളഞ്ഞ് കൊടുത്തു തന്നപ്പോൾ പിന്നെ ഞാൻ നമ്മളെ മിക്സിൻ്റെ ഫുഡ് പ്രോസസ്സറില്ലേ അതിലിട്ട് കണ്ട് ഞാൻ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒരാളെ സഹായമാണ് കേട്ടോ ഈ നമ്മൾ ഫുഡ് പ്രോസസ്സറി പെട്ടെന്ന് കഴിയും കേട്ടോ. സവാളൊക്കെ കട്ട് ചെയ്യൽ നൈസായിട്ട് കിട്ടും ചെയ്യും കേട്ടോ. നല്ല ഉപയോഗമാണ് കേട്ടോ നമുക്ക് ഈ മിക്സി കൊണ്ടുള്ളത്. പിന്നെ ഇതാ ലിച്ചുമ്മക്ക് ചോറ് കൊടുക്കാൻ പറഞ്ഞിട്ടോ. മോളൂസിനോട് ഞാൻ ചോറൊന്നും കണ്ട് രണ്ടാളും കിടന്നോളി, വെറുതെ ഉറക്കം വയ്ക്കണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ മോളൂസിനോട് പറഞ്ഞിരുന്നു വെച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു കേട്ടോ. ഒറ്റയ്ക്ക് ഇറങ്ങണ്ട, ഞാൻ നീക്കണ്ട്, എന്നെ വിളിച്ചോളുണ്ട് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഓരോടൊന്നും പറഞ്ഞു ചോറൊക്കെ കഴിച്ചുകൊണ്ട് രണ്ടാളും ഉറങ്ങാൻ പോയിക്കോടി പറഞ്ഞു. സച്ചും കുഞ്ഞുമാനും പിന്നെ വന്നിട്ടില്ല കേട്ടോ.
അപ്പോൾ ലിച്ചും പറയാം മുട്ട വേണമെന്നുണ്ടെങ്കിൽ വാശി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓള് ഫ്രിഡ്ജിൽ 2 കോഴിമുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ പൊന്നൂസ് അത് പൊരിച്ചു കൊടുത്ത് കണ്ടോക്ക് ചോറൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓരും തന്നെ പോയി കിടന്നിരുന്നു കേട്ടോ ചോറൊക്കെ കൊണ്ടിട്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനെ ഓരോന്നിങ്ങനെ എടുത്തുട്ടോ. പിന്നെ ഞാൻ കിടന്നപ്പോഴത്തേനൊരു 12:30 ആയിരുന്നു കേട്ടോ. എൻ്റെ പണികളും പിന്നെ പോയി ഒന്ന് മേലേക്കിങ്ങാണ്ട് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോഴത്തേന് 12:30 ആയിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊന്നും അപ്പോൾ കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ ഒക്കെ ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫുഡും കഴിക്കേണ്ടി വരില്ല, ശരിക്കും ഉറക്കം മുറുകൂല, അങ്ങനെയൊക്കെ കേൾക്കാറട്ടോ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഉറക്കം വന്നിട്ട് അങ്ങ് എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നെ ഇതൊന്നും ഇട്ടുകാണ്ട് പോയി കിടക്കാൻ തോന്നണമില്ല കേട്ടോ. ഇതൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ടൊന്ന് കിടന്നാൽ നമുക്കൊരു സമാധാനമാണല്ലോ. കുക്ക് ചെയ്താൽ മാത്രം മതിയല്ലോ വിചാരിച്ചുകൊണ്ട്. അപ്പോൾ അതാ പിന്നെ നമ്മൾ കുറുമയ്ക്കുള്ള വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. കിഴങ്ങും ക്യാരറ്റും ബീൻസും ആണ് കേട്ടോ ഞാൻ ഇതിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനിതിക്ക് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞു. ഇനി ക്ലീനിങ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ പരന്ന പാത്രങ്ങളൊക്കെ ഇപ്പം തന്നെ കഴുകി വെച്ചാലേ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വരുമ്പോൾ അപ്പോൾ ഒരു ഇടങ്ങേറുണ്ടാവില്ല. ക്ലീനായി കിടക്കണ കിച്ചണിക്ക് വരുന്നതും പാത്രങ്ങൾ പരന്ന് കിടക്കണ കിച്ചണിക്ക് വരുന്നതും അത് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ക്ലീനായി കിടക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിക്കാം കേട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ കൗണ്ടർ ടോപ്പും വീതനപ്പുറം ഒക്കെ ഒന്ന് തുടച്ചു കൊടുത്തു കേട്ടോ. പിന്നെ നമ്മളെ ടേബിൾ മേലും ഉണ്ട് കേട്ടോ കുറേ ഉള്ളികളൊക്കെ ഉള്ളിയും ഉള്ളിത്തൊലിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അപ്പം തന്നെ എടുത്ത് വെച്ചു കേട്ടോ. എടുത്ത് വെച്ചു. എല്ലായിടത്തും ഒന്ന് അടിച്ചോരി തുടച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഇന്ന് പോയിട്ടുള്ളത്, അകത്തേക്ക് പോയിട്ടുള്ളത്. പിന്നെ ഓള് ഉള്ളി കൊടുന്നപ്പോഴേ ഓള് പറഞ്ഞു വെച്ച് അടുക്കളയ്ക്ക് കൊണ്ടുപോണ്ട്, ഞാൻ സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ പൊളിച്ച് തരേണ്ടി പറഞ്ഞുകൊണ്ട്. സവാളൊക്കെ സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ കേട്ടോ പൊളിച്ച് തന്നിയത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ പൊളിച്ചുകൊണ്ട് അവിടെ നിന്ന് തന്നെ തൊലി കളയാമല്ലോ. അടുക്കളയ്ക്ക് കൊടുന്നാലേ എല്ലായിടത്തും കൂടിയാവും. പിന്നെ ഓള് എനിക്ക് വെളുത്തുള്ളി ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ തൊലിയാണ് കേട്ടോ പിന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ അടിച്ചൊരു പിന്നെ ഇതിൻ്റെ കുക്കിങ്ങിൻ്റെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇതിൽ അതും കൂടി ആഡ് ചെയ്താലേ നല്ല ലെങ്ത്ത് കൂടി പോവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഞാൻ മേലൊക്കെ കഴുകി നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഞാനും കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ കേട്ടോ. അപ്പോൾ 12:30 ആയിട്ടുണ്ട്. 1:30-2 മണിയാകുമ്പോഴത്തേന് നമുക്ക് എണീക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.